നമസ്കാരം പ്രിയമുള്ളവരെ. ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടില, അതായത് സ്പെയിനിലെ ബാഴ്സിലോണയിൽ നിന്നും ആരംഭിച്ച് 40 രാജ്യങ്ങളിലെ മനുഷ്യാവകാശ പ്രവർത്തകർ പങ്കെടുക്കുന്ന കുറച്ചധികം ബോട്ടുകളുടെ ഒരു സമുച്ചയം, അത് ഗസയ്ക്ക് ആവശ്യമായ ആഹാരവും ഒക്കെ ആയിട്ടാണ് ഗസയിലെത്തുക എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഗ്രേറ്റ തുൻബർഗ് എന്ന് പറയുന്ന പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ മനുഷ്യ വേട്ടയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ബാഴ്സലോണയിൽ നിന്നും പുറപ്പെട്ട ഈ ബോട്ടുകളുടെ വ്യൂഹം ടുണീഷ്യയിലെത്തിയപ്പോൾ അതിന് നേരെ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ പുറത്തു വരികയാണ്. ഇറ്റലിയിൽ നിന്നുള്ള 4 പാർലമെന്റ് അംഗങ്ങൾ ഈ യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് 20ഓളം പാർലമെന്റ് അംഗങ്ങൾ ഈ ഗ്ലോബൽ സ്മൂത്ത് ഫോർട്ടില എന്ന് പറയുന്ന ഇസ്രായേലിന്റെ കാടത്തത്തിനെതിരെ പ്രതികരിക്കുന്ന ഗസയിലേക്ക് ആവശ്യമായ ആഹാരവുമായി പുറപ്പെടുന്ന ബോട്ടുകളിൽ ഉണ്ട് എന്നാണ്. ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെ 20ഓളം എംപിമാർ, അതിൽ 4 എംപിമാർ ഇറ്റലിയിൽ നിന്നുള്ള എംപിമാരാണെന്ന് പറയുന്നു, അവർ യാത്രയുടെ ഭാഗമാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഒപ്പം ഇസ്രായേലിന്റെ തീവ്ര സയനിസ്റ്റ് മനോഭാവം വെച്ച് പുലർത്തുന്ന മന്ത്രി ഇറ്റാമിർ ബെൻഗീർ പറയുന്നത് ഈ സ്മൂത്ത് ഫ്ലോട്ടില അതിനെ ഒരു തീവ്രവാദി പരിഗണന കൊടുത്തുകൊണ്ട് അവർ ഗസയിലോട്ട് വന്നാൽ, അല്ലെങ്കിൽ ഇസ്രായേലിലോട്ട് വന്നാൽ, ഗസയ്ക്ക് സഹായവുമായി എത്തിയാൽ തീവ്രവാദികൾ എന്ന് വിളിച്ച് അവരെ ആക്രമിക്കും എന്നാണ് ഇപ്പോൾ ഇറ്റാമിർ ബെൻഗീർ പറയുന്നത്. പക്ഷേ ഇതിനെതിരെ ഇറ്റലിയുടെ പ്രതികരണം വരികയാണ്. ഇവർ അന്താരാഷ്ട്ര ഗതാഗതം മാനിച്ചാണ് വരുന്നത്, അതായത് അന്താരാഷ്ട്ര ജലപാത ഉപയോഗിച്ചാണ് ഇവർ ഗസയിലോട്ട് വരുന്നത്. ഇവർക്ക് മേൽ എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ഇസ്രായേൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇറ്റലി പറയുകയാണ്. ഏതെങ്കിലും രീതിയിൽ ഇസ്രായേൽ ഈ ഗ്ലോബൽ സ്മൂത്ത് ഫുഡിലേക്ക് നേരത്തെ ടുണീഷ്യയിൽ നടത്തിയതുപോലെയുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ ഇറ്റലിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറ്റലി വ്യക്തമാക്കുകയാണ്. അതായത് ഇസ്രായേൽ ആകെ കൂടി വിരളി പിടിച്ച അവസ്ഥയിലാണ്. ഈ ഒക്ടോബർ സംഭവത്തിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ രാജ്യങ്ങളെ തുടരെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഇപ്പോൾ ടൂണീഷ്യയുടെ കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കുന്ന 6-മത്തെയോ 7-മത്തെയോ പരമാധിക രാജ്യം കൂടിയാണ് ടുണീഷ്യ. ടുണീഷ്യയിൽ ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടിലേക്ക് നേരെ ആക്രമണം നടത്തി എന്ന് പറയുന്നു. ഒപ്പം ഖത്തർ നേരെ, ഇനിയിപ്പോൾ തുർക്കി ലക്ഷ്യമാണ് എന്ന രീതിയിൽ ഇസ്രായേലിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വിശദീകരണം നടത്തുകയാണ്. അതായത് ഇസ്രായേൽ ആകെ വിരളി പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പരമാർത്ഥം. എവിടെയൊക്കെ ആക്രമിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ആക്രമിക്കുകയാണ്. ലോകത്തെ മൊത്തം തങ്ങൾക്കെതിരായി നിർത്തുവാൻ ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുകയാണ്. കാരണം ഇസ്രായേലിന്റെ ഒരു നയതന്ത്രത പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നേരത്തെയൊക്കെ ഇസ്രായേലിനോടൊപ്പം നിന്നിരുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പോലും മാറി ചിന്തിക്കുന്ന ഇസ്രായേലിന്റെ ഈ അപക്വമായ നടപടികൾ കാരണമാകുന്നു എന്ന വസ്തുത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. നേരത്തെയൊക്കെ വളരെ വലിയ സൗഹൃദം പുലർത്തിയിരുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലുമായിട്ട് ഇറ്റലി. ഇപ്പോൾ ഇറ്റലി പറയുകയാണ്, തങ്ങളുടെ എംപിമാർ സഞ്ചരിക്കുന്ന ബോട്ടിന് നേരെ എന്തെങ്കിലും രീതിയിൽ ഇസ്രായേൽ ആക്രമിച്ചാൽ തിരിച്ചടി ഇസ്രായേലിന് കട്ടായം ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. തുർക്കിയുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേൽ തങ്ങളുടെ വ്യോമ അതിർത്തി ലംഘിച്ച് ഇസ്രായേലിന്റെ വിമാനം തങ്ങളുടെ ഏതെങ്കിലും കേന്ദ്രം ആക്രമിച്ചാൽ F-35 യുദ്ധവിമാനം വെടിവെച്ചിടുന്ന ആദ്യത്തെ രാജ്യമെന്ന ഖ്യാതി തുർക്കി നേടുമെന്ന് തുർക്കി പറയുകയാണ്. ഖത്തറിലാണെങ്കിൽ ഖത്തറിൽ അറബ് ഇസ്ലാമിക ഉച്ചകോടി ശക്തമായ തന്നെ നിലപാടുകൾ എടുക്കും എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്, അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒരു രീതിയിലും ഇസ്രായേലുമായിട്ട് യാതൊരു വിധത്തിലുള്ള വ്യാപാര വ്യവസായിക ബന്ധങ്ങളും ഉണ്ടാകില്ല എന്ന് ഈ ഉച്ചകോടിയോടുകൂടി ഉറപ്പുവരുത്തണമെന്നാണ്. അതായത് കൂടുതൽ അന്തർദേശീയ തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടുവാനുള്ള സാധ്യതകൾ തന്നെ വരുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. അമേരിക്കയും ഇസ്രായേലും ലോകത്ത് കൂടുതൽ ഒറ്റപ്പെടുന്നു എന്ന രീതിയിൽ തന്നെയാണ് വിശദീകരണങ്ങളൊക്കെ പുറത്തു വരുന്നത്. മറ്റൊരു ചർച്ച കൂടി ഈ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഖത്തറിന്റെ ഈ ആക്രമണത്തെ തുടർന്ന് ഈജിപ്ത് ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുടെ അതുപോലെ ഒരു സംയുക്ത സൈന്യം, അറബ് യൂണിയൻ ഒരു സംയുക്ത സൈന്യം, ഒരു അറബിക് സേന ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ, അതിന് അറബ് ഇസ്ലാമിക് ഉച്ചകോടി രൂപം നൽകും എന്ന രീതിയിൽ മുന്നോട്ട് വരികയാണ്. ഈജിപ്തിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടാകുന്നത്. യൂറോപ്യൻ യൂണിയനിലെ സംയുക്ത സൈന്യം പോലെ ഏതെങ്കിലും അറബ് രാജ്യത്തെ ശത്രുരാജ്യം ആക്രമിച്ചാൽ ആ രാജ്യത്തിനെതിരെ അറബ് സേന സംയുക്തമായി നീങ്ങുന്ന രീതിയിൽ ഒരു സംയുക്ത സേനയുടെ രൂപീകരണം ഒരുപക്ഷെ ഖത്തറിലെ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഉരുത്തിരിഞ്ഞു വന്നേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഇസ്രായേലും ആ മേഖലയും
ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ സംഘർഷങ്ങളുടെ ഒരു വ്യാപ്തി വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.